ഡൽഹിയിൽ ചേർന്ന ബി.ജെ.പി. ദേശീയ കൗൺസിലിൽ ദക്ഷിണേന്ത്യ പിടിക്കുക എന്ന ലക്ഷ്യത്തിനാണ് പ്രാധാന്യം നൽകിയത്. കേരളത്തിൽ നിന്നുള്ള 210 പ്രതിനിധികളടക്കം 11,500 പേരാണ് ഭാരത് മണ്ഡപത്തിൽ ചേർന്ന ദ്വിദിന കൺവെൻഷനിൽ വിവിധ സെഷനുകളിൽ പങ്കെടുത്തത്. രാഷ്ട്രീയ പണ്ഡിതന്മാർ മനസ്സിലാക്കിയതിനപ്പുറം ദക്ഷിണേന്ത്യയിൽ നിന്നും സ്നേഹം ലഭിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഭരണ തുടർച്ച ഉറപ്പിച്ചു തന്നെയാണ് ബി.ജെ.പി. മുന്നോട്ടു പോകുന്നത്. ഇക്കുറി ദക്ഷിണേന്ത്യയിലും ബി.ജെ.പി. വലിയ പ്രതീക്ഷയാണ് വെച്ചു പുലർത്തുന്നത്. കേരളം രാഷ്ട്രീയ മാറ്റത്തിന്റെ പാതയിലാണെന്ന് കൺവെൻഷനിൽ പങ്കെടുത്ത ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വ്യക്തമാക്കി. 67 വർഷക്കാലമായി കേരളത്തെ ഭരിച്ചു മുടിച്ച ഇവിടുത്തെ LDF-നും UDF-നുമെതിരെ ശക്തമായ താക്കീതും നൽകിക്കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തനങ്ങളെല്ലാം വളരെ സജ്ജമായി മുന്നോട്ട് പോകുന്നു. രാജ്യമെമ്പാടുമുള്ള പരിവർത്തനത്തിനൊപ്പം കേരളവും രാഷ്ട്രീയ മാറ്റത്തിന്റെ പാതയിലാണെന്ന് കുമ്മനം രാജശേഖരൻ കൂട്ടിച്ചേർത്തു. വരുന്ന 25 മുതൽ അടുത്ത മാസം 5 വരെ പ്രത്യേക പ്രചാരണ പരിപാടികൾ സംഘടിപ്പിക്കും. കഴിഞ്ഞ 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ബൂത്ത് തലങ്ങളിലേക്ക് എത്തിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തോടെയാകും പ്രചാരണം. യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ, സാധാരണക്കാർ തുടങ്ങിയവർക്കായി മോദി സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ, ദേശീയപാതയടക്കമുള്ള റോഡുകൾ, മെഡിക്കൽ കോളേജുകൾ, ഭവന കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ വികസന ജനക്ഷേമ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാകും ബി.ജെ.പിയുടെ പ്രചാരണമെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ദേശീയ കൗൺസിൽ. അമൃത ന്യൂസ്, ന്യൂഡൽഹി.